അർജുനെ തേടി ഇപ്പോഴും രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുഴയിലേക്കാണ് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എനിക്ക് രാവിലെ പുലർച്ചയോടുകൂടി കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഫുട്ടേജാണ്. ഈ ഫുട്ടേജ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വെക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ അതിൻ്റെ ഒരു അറിയണമല്ലോ, നമുക്കതിൻ്റെ ഒരു എക്സാക്റ്റ് കാര്യം അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചത്. ഇനിയിപ്പോൾ അത് ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ല. ബ്ലാസ്റ്റിൻ്റെ കാര്യം എന്താണെങ്കിലും അറ്റ് ലാസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട്. മീഡിയാസ് അത് ടേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, രഞ്ജിത്ത് ഇസ്രായേൽ അവിടെ രക്ഷാപ്രവർത്തനത്തുമായ അദ്ദേഹവും കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഈ വീട് ഒലിച്ചു പോയ ഓപ്പോസിറ്റ് സൈഡിൽ ചെന്നിട്ട് അവിടെ ഉള്ളവരോട് സംസാരിച്ച് വെരി ക്ലിയർ ആയിട്ട് ഈ ബ്ലാസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ന്യൂസുകാരോട് സംസാരിക്കുന്നുണ്ട്. ലൈവിൽ പോകുന്ന സമയത്ത് ഇത് കട്ട് ചെയ്യുന്നുണ്ട് പല ചാനലുകളും, 24-ഉം റിപ്പോർട്ടറും. പക്ഷേ റിപ്പോർട്ടർ അതിന് ശേഷം അത് ക്ലിയറായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവരതിൽ ആ ബ്ലാസ്റ്റിനെ കുറിച്ച് ലോക്കൽസ് അവരോട് പറഞ്ഞ കാര്യം അവർ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫുട്ടേജാണ് വെക്കാൻ പോകുന്നത്. ഇത് ഈ ഷിരൂരിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് ആളുകൾ ഓടുന്ന വഴിക്ക് പുഴയുടെ തീരത്തൂടെ ഓടുകയാണ്. ഓക്കെ, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ വീടൊക്കെ വെള്ളം കയറി പൊളിയുന്നതിന് മുമ്പ്, ഓക്കെ, അല്ലെങ്കിൽ വെള്ളം കയറി തുടങ്ങുമ്പോൾ ഒരു സൈഡിലൂടെ ആളുകൾ ഓടുകയാണ്. ആ ടൈമിൽ അവർ പറയുന്നുണ്ട് വണ്ടി വെള്ളത്തിലൂടെ വരുന്നുണ്ട്. ഓക്കെ, വണ്ടി വരുന്നുണ്ട്. അതിനുശേഷം വലിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. അത് പൊട്ടിത്തെറിയുടെ ശബ്ദമാണോ? എനിക്ക് അങ്ങനെ കുറേ ഡൗട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നത്. ഓക്കെ, പക്ഷേ ഇനിയിപ്പോൾ ഇത് മീഡിയ ടേക്കപ്പ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ടാങ്കർ പൊട്ടിത്തെറിച്ച കാര്യം ഇപ്പോൾ മീഡിയാസ് ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവരെന്താണെങ്കിലും അന്വേഷിക്കട്ടെ. ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഈ ഫുട്ടേജ് പലരും എൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞത് കണ്ടു. ഞാൻ ഒരു ഡാഷ് ക്യാം വെച്ചൊരു വണ്ടി പോലും അത് കൂടി പോയില്ല, ഒരു ഫുട്ടേജും കിട്ടുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ എന്താ അവിടെ സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഇതിലും ലൈക്ക് ഈ ഒരു ഫുട്ടേജ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ಅದೇ ಗಾಡಿನ ಬಂತು. ಹೋಗ ഓക്കെ, ഈ ഫുട്ടേജിൽ ടുവേർഡ്സ് എൻഡിലേക്ക് വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ ആളുകൾ ഓടി തുടങ്ങുമ്പോൾ ആ പുഴയിലുള്ള വെള്ളം അത്ര അടിച്ച് കയറിയിട്ടില്ല. അവർക്ക് ഓടാൻ പറ്റുന്നുണ്ട്, വെള്ളം അടിച്ച് കയറിയിട്ടില്ല. ഈ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് പൊട്ടിത്തെറി കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾ കരയുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോനകത്ത് അവർ വണ്ടി ഒലിച്ചു വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഈ ടാങ്കർ ഒലിച്ചു വന്നത് കണ്ടതാണോ അവർ പറയുന്നത്, അതോ ഇനി ലോറി ഒലിച്ചു വന്നതാണോ അവർ കണ്ടത്? അവർ അതിനെക്കുറിച്ചാണോ പറയുന്നത്? ഗാഡി വരുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം അവർ ഓടുകയാണ്. അതായത് ആ ലാൻഡ് സ്ലൈഡ് നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി. ലാൻഡ് സ്ലൈഡിൻ്റെ ഭാഗത്ത് ഇങ്ങനെ മണ്ണ് വന്നതിന് ശേഷമാണ് ഇവർ ഓടുന്നത്. അതായത് മണ്ണ് പുഴയിലേക്ക് പതിച്ചതിന് ശേഷമാണ് ഇവർ ഓടുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് അല്ല, അവിടുന്ന് കുറേ വിട്ടിട്ടുള്ളവരാണ് ഈ ഓടി രക്ഷപ്പെടുന്നത്. അതിനുശേഷമാണ് ആ ഒരു ഭയങ്കരമായ പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കുന്നത്. ഒന്നില്ലെങ്കിൽ അത് ആ ഗ്യാസ് സിലിണ്ടർ ബ്ലാസ്റ്റ് ആയതിൻ്റെ ആയിരിക്കാം, ആ ഒരു ടാങ്കർ ബ്ലാസ്റ്റ് ആയതിൻ്റെ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തി, ഒരു റെയർ ചാൻസ് പറയും, ഈ വ്യക്തി വെള്ളത്തിലൂടെ ഓടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ അതിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്. വെള്ളം അത്ര അടിച്ച് എന്തോ വലിയ പൊട്ടിത്തെറി നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ അവിടെ ഇരിക്കുക ചെയ്തത്, ഓടുന്ന വെള്ളത്തിൽ ഇരിക്കുക ചെയ്തത്. അപ്പോൾ വെള്ളത്തിൻ്റെ ശബ്ദമാവാൻ വളരെ ചാൻസ് കുറവാണ് എൻ്റെ ഒരു ഇതിൽ. ഞാൻ ഇങ്ങനത്തെ കുറച്ച് സംശയങ്ങളുള്ളതുകൊണ്ടാണ് ഈ ക്ലിപ്പ് ഇടാതിരുന്നത്. ഇനിയിപ്പോൾ വേണ്ട, ഇത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക,
അർജുനെ കണ്ടുപിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ മീഡിയാസ് പ്ലീസ് ഇതൊന്ന് ടേക്കപ്പ് ചെയ്യണം. ഓക്കെ, ആരാണ് ഈ വ്യക്തി വീഡിയോ എടുത്തതെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ചോദിച്ചാൽ അയാൾക്കറിയാം. ഇതിൻ്റെ ഒറിജിനൽ വിഷ്വൽ ചിലപ്പോൾ അയാളുടെ നിന്ന് കിട്ടുമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇൻസിഡൻറ്റിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള വിഷ്വൽസ് ഒന്നും ഇല്ല, എവിടെയില്ല. ആകെ ഇപ്പോൾ ഈ കിട്ടിയതിൽ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് റിപ്പോർട്ടർ ചാനലിൽ നമ്മുടെ നാട്ടിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് പോയ വ്യക്തി ഇതിനെക്കുറിച്ച് അവിടെ ലോക്കലിനോട് ചോദിച്ചിട്ട് കൃത്യമായിട്ട് അദ്ദേഹം അവിടെ വിവരിക്കുന്നുണ്ട്. അവർ പറഞ്ഞത് ഒരു ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളത്. അറ്റ് ലാസ്റ്റ് മലയാളം മീഡിയ റിപ്പോർട്ടർ ചാനൽ അത് ലൈവിൽ കട്ട് ചെയ്തെങ്കിലും അവരത് ഇതിലിട്ടിട്ടുണ്ട്. അവരുടെ ഒരു മെയിൻ ന്യൂസായിട്ട് തന്നെ അവർ ക്ലിക്കായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഞാനിവിടെ വെക്കുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പം തന്നെ നമുക്ക് ആദ്യത്തെ ഒരു എക്സ്ട്രാ ഫോഴ്സ് നമുക്ക് ഇപ്പോൾ കാണിച്ചിട്ടുണ്ടായിരിക്കും നേരത്തെ. അതായത് നമുക്ക് അവിടെ മണ്ണെടുത്തിരിക്കുന്ന രണ്ട് വശത്തിൻ്റെ ഇടയ്ക്കിരിക്കുന്ന മണ്ണാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു മണ്ണിൻ്റെ ഒരു അളവ് നമുക്ക് ഏകദേശം ഊഹിക്കാമല്ലോ. അവിടെ നിന്ന് അത് ഇത്രയും മണ്ണുകൾ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ ഇപ്പോൾ ഒരു ഐലൻഡ് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഫോഴ്സ് ഉണ്ടെന്ന് നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവരെ നമ്മളെ അന്നേ എതിർത്തതാണ്. ആ സമയം തന്നെ നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എക്സ്ട്രാ ഫോഴ്സ് ഉണ്ടെന്ന് ഇപ്പം ഞങ്ങൾ ഈ വശത്തേക്ക് ഇപ്പം 10-30 കിലോമീറ്റർ ഓടിയിട്ടാണ് നമ്മൾ ഈ വശത്തേക്ക് വന്നത്. കാരണം ഇന്ന് നമുക്ക് അവിടേക്ക് അനുവദിച്ചിട്ടില്ല. കാരണം നമ്മൾ റെസ്ക്യൂ പൂർണ്ണമായിട്ട് അവർ തടഞ്ഞിരിക്കുകയാണ്. ഇനി അത് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട്. കാരണം അവർക്ക് ആവശ്യം നമ്മൾ ഈ റെസ്ക്യൂ നടത്തി അവരെന്തോ അടച്ചു വെച്ചിരിക്കുന്ന കാര്യം പുറത്തെടുക്കരുത് എന്നത് തന്നെയാണ് അവരുടെ ആവശ്യം. അത് ഐഡിങ് ചെയ്യാനുള്ളതാണ്. അപ്പം നമ്മളത് തേടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പം വന്നപ്പോൾ നമ്മുടെ ആദ്യത്തെ സംശയം ബലപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇവിടുത്തെ ലോക്കൽസായ 2 കുട്ടികളെ കണ്ട് സംസാരിച്ചപ്പോൾ അവർ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടെന്ന് അവർ 100% ഉറപ്പ് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതിൻ്റെ വീഡിയോ എടുക്കട്ടെ നിങ്ങൾ പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഫേസ് എടുക്കരുത്. അല്ല നമ്മൾ അവിടെ ടാങ്ക് ഈ ലൈൻ കണ്ടോ? എന്തോ ഹൈ ട്രാൻസ്മിഷൻ ലൈനാണ് പോയിരിക്കുന്നത്. ഈ സമയത്ത് ഇവിടെ നിർത്തിയിരിക്കുന്ന വന്നിരിക്കുന്ന ലാൻഡ് സ്ലൈഡ് ഒഴുകിയാണ് വരിക. സ്റ്റാർട്ടിങ് അറിയാലോ, അതൊരു പ്രഷർ ഓവർ ഉണ്ടാവില്ല. അതിൻ്റെ റണ്ണിങ് പവറാണ് ഉണ്ടാവുന്നത് സാധാരണഗതിയിൽ. ആ റണ്ണിങ് പവറിൽ അത്രയും ഫോഴ്സിൽ ആ സാധനം വന്നിട്ട് ഇവിടെയൊക്കെ റെക്കോർഡ് ചെയ്താൽ കാണാം ഇത്രത്തോളം. അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 10-15 അടി ഹൈറ്റിലാണ് പല ഭാഗങ്ങളും പോയിരിക്കുന്നത്. വെള്ളം വന്ന് അടിച്ചു പോയിരിക്കുകയാണ്. തെങ്ങുകളൊക്കെ പല തെങ്ങിൻ്റെ പാതിയിൽ മുറിഞ്ഞിരിക്കുകയാണ്. ഇത് ഇവിടേക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ കാണാം. പറയുന്ന ഇതേ സെയിം ഡൗട്ട് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് എൻ്റെ മൈൻഡിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഈ ബ്ലാസ്റ്റിനെ കുറിച്ച് യോഗേഷിനെ വിളിച്ചതിൻ്റെ ആ ഒരു പ്രൂഫൊക്കെ വെച്ച് ഞാൻ ഈ വീഡിയോ ഇട്ട് ഇത് ഞാൻ പറഞ്ഞു. ഞാനിത് നമ്മൾ 24 ന്യൂസിലെ ഹാഷ്മി ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൽ എനിക്ക് ഒന്ന് തിരക്കുണ്ടായിരിക്കാം. അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ അവിടെ ഉള്ള MLA ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇവിടെ ഇരുന്നിട്ട് അല്ലെങ്കിൽ കാരണത്തിരുന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കൂടിയേ ഉള്ളൂ ലാസ്റ്റ്. അതായത് ആ ഇനീഷ്യൽ സ്റ്റേജിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതിന്ന് പത്രമാധ്യമങ്ങൾക്കും ഒഫീഷ്യൽസിനും കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ അങ്ങനെ ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ മൈൻഡ് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പറയുന്നത്. ഓക്കെ, നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടോ. നിങ്ങൾക്ക് ഇയർഫോൺ വെച്ച് കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് അവർ വണ്ടിയെക്കുറിച്ചും ഈ പൊട്ടിത്തെറിയുടെ ശബ്ദവും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ആ പുഴ ആദ്യം ഭയങ്കര ശാന്തമായിരുന്നു. ഓക്കെ, ഗംഗാവലി പുഴ ഭയങ്കര ശാന്തമായിരുന്നു. ഈ ഞാൻ പറഞ്ഞില്ല, അത്രയും വലിയ മണ്ണ് വന്നടിഞ്ഞാലും അത് ഭയങ്കര വിടുത്തിൽ പോകുന്നൊരു പുഴയാണ്. അതത്ര പെട്ടെന്നൊന്നും ഒരു തെങ്ങിൻ്റെ ഹൈറ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ ഒന്നും വെള്ളം കയറി അടിക്കില്ല. അപ്പോൾ ഇതിനടിയിൽ നിന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ടെന്തോ. ആ പൊട്ടിത്തെറിച്ചത് കൊണ്ടാണ് ഇത് സുനാമി അടിക്കുന്ന മാതിരി 2 സൈഡിലേക്കും അടിച്ചിട്ടുണ്ട്. മണ്ണും ചളിയും വെള്ളമായിട്ട് 2 സൈഡിലേക്കും. അതാണ് അത്ര ഇമ്പാക്റ്റിൽ അവിടെ ആ വീടുകളൊക്കെ പോയത്. ആ പൊട്ടിത്തെറിയുടെ ഒച്ച തന്നെയാണ് ഇതിൽ കേൾക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. റെസ്റ്റ് ഈസ് അപ് ടു മീഡിയ ആൻഡ് ഇവിടുത്തെ സിസ്റ്റം. ഓക്കെ.